നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി നോക്കാം. ഇത് വളരെ എളുപ്പമാണ്. അതുപോലെ ഞാനിന്ന് ഇത് ഉണ്ടാക്കി കുറേ ഏറെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ആ ഒരു മെത്തേഡും കാണിക്കുന്നുണ്ട് എങ്ങനെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഈ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നീളമുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. നമുക്ക് ആ നല്ല നീളമുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനെ നമുക്ക് ഇങ്ങനെ നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരേ വണ്ണത്തിൽ ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ആദ്യം. കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു കനത്തിൽ ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു കനത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മക്ഡൊണാൾഡ്സിൽ നിന്നും KFCയിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ കുറച്ച് നീളമുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ ഇത് മുഴുവൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഈ നമ്മുടെ പൊട്ടറ്റോയിൽ സ്റ്റാർച്ച് കുറച്ചേറെയുണ്ട്. അപ്പോൾ അത് മുഴുവനൊന്ന് നമുക്ക് കളഞ്ഞതിന് ശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇതുപോലെ വെള്ളത്തിൽ ഒരു 2-3 തവണ ഒന്ന് കഴുകി ആ സ്റ്റാർച്ച് മുഴുവൻ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. മിനിമം ഒരു 3 തവണയെങ്കിലും ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 3 തവണ കഴുകിയെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിപ്പോൾ ഞാനൊരു 3 തവണ നമ്മുടെ സാധാരണ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം 4ാമത്തെ തവണ ഇത് വെള്ളത്തിലിട്ടിട്ടുള്ളതാണ്. ഇപ്പം നോക്കിയാൽ കാണാം, ഈ വെള്ളം നല്ല ക്ലിയർ അല്ലേ, ഒട്ടും ആ ഒരു സ്റ്റാർച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇങ്ങനെ ആ വെള്ളം ഒന്ന് തെളിഞ്ഞ് കിട്ടുന്നത് വരെ നമ്മളിത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി അടുപ്പിൽ കുറച്ചേറെ വെള്ളം ഒരു പാത്രത്തിൽ ഒന്ന് തിളയ്ക്കാൻ വെക്കണം. ഇപ്പോൾ ഞാനിവിടെ അടുപ്പിൽ കുറച്ച് വലിയൊരു പാത്രത്തിൽ കുറച്ചേറെ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ചൂടായി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ കഴുകി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഈ നല്ല ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനി ഈ വെള്ളത്തിൽ ഒരു 2 അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം. അങ്ങ് വല്ലാതെ വെന്ത് പോകരുത്. ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് ഒരു 2-3 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് വാടിക്കിട്ടണം. അതിനുശേഷം ഇത് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കിയാൽ കാണാം നമ്മളുടെ ആ വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കൂടുതൽ നേരം നമ്മളിതിട്ടങ്ങ് വല്ലാതെ വേവിക്കരുത്. നമുക്കിതിനി ഈ വെള്ളത്തിൽ നിന്ന് കോരി ഒരു കിച്ചൺ ടവലിലേക്ക് വല്ലതും ഒന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് മാറ്റാം. ഞാൻ ഇപ്പോൾ ആ ഉരുളക്കിഴങ്ങ് മുഴുവൻ ഇവിടെ ഒരു കിച്ചൺ ടവലിലേക്ക് ആ വെള്ളമയം ഒന്ന് പോകുന്നതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് ഒപ്പി അതിലുള്ള ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ശരിക്കും നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ആ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 തവണ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യത്തെ തവണ ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒരിക്കൽ കൂടി നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അടുപ്പിൽ ആവശ്യത്തിന് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെക്കണം. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് അതിലേക്ക് ഇട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പാനിൽ എണ്ണയൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ ഫ്രൈസ് നമുക്ക് ആദ്യം ഒന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ആ എടുക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ഒരു ഇതിനകത്ത് തന്നെ ഇട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. കൂടുതൽ നേരം ഇട്ട് ഫ്രൈ ചെയ്യരുത്. അതുപോലെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അടുപ്പിൽ ഫ്ലെയിം നന്നായിട്ട് എണ്ണ ആദ്യം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കണം. അതിനുശേഷം അടുപ്പിൽ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചുകൊണ്ട് വേണം ഇത് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റിനടുത്തായിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ബാക്കിയുള്ള ആ
പൊട്ടറ്റോ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ആ പൊട്ടറ്റോസ് എല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ തന്നെ ഒന്ന് വെച്ച് ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾക്കിപ്പം നമ്മൾ ഈ എടുത്തിട്ടുള്ള മുഴുവൻ പൊട്ടറ്റോസും ഒരേ സമയം ഫ്രഞ്ച് ഫ്രൈസ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആദ്യത്തെ ഒരു തവണ ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് ബാഗിലേക്കാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ഇതിങ്ങനെ ഫ്രീസറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 5-6 മാസത്തോളം ഒരു കുഴപ്പവും ഇല്ലാതെ കേടുകൂടാതിരുന്നോളും. ഫ്രീസറിൽ വെക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഫ്രൈ ചെയ്യേണ്ടതിൻ്റെ കുറച്ച് മുമ്പ് പുറത്തെടുത്ത് വെച്ച് ആ തണുപ്പൊന്ന് പോയതിന് ശേഷം നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം സമയമുള്ളപ്പോൾ കുറേയേറെ പൊട്ടറ്റോസ് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളപ്പോൾ നമുക്കെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഇതിൻ്റെ ചൂടൊന്ന് പോകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട്. നമുക്കിതിനെയും നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നമ്മളിതിടുമ്പോൾ നല്ല ചൂടായിരിക്കണം കേട്ടോ. അതിന് ശേഷം ഇതിട്ടതിന് ശേഷം എണ്ണയുടെ തീ അല്പം അങ്ങ് കുറച്ച് വെച്ചേക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയേക്കണം. ഇതിനെ നന്നായിട്ട് കുറച്ചേറെ സമയം ആ മീഡിയം ഫ്ലെയിമിൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ കളറൊക്കെ ഒരല്പം മാറി നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ഇങ്ങനെ ഇളക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുന്നത് വരെ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റിനടുത്തായിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ആ ഫ്രൈസിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റ് ആ ഒരു ബ്രൗൺ യെല്ലോയിഷ് കളറായിട്ടുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ തട്ടി നോക്കുമ്പോൾ ആ ഒരു ക്രിസ്പി ആയതിൻ്റെ സൗണ്ടും കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. കേൾക്കാമോ? ഈ ഒരു സൗണ്ട് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള പൊട്ടറ്റോ കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം കേട്ടോ. നല്ല ആ ക്രിസ്പി ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. ആ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കണ്ടോ. ഇപ്പോൾ നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെയുള്ള ആ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചുകൂടി സ്പൈസി ആക്കി എടുക്കാം കേട്ടോ. പപ്രിക്ക എന്നും പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അതാണേലും ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ സ്പൈസി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കുമ്പോൾ അവർ അതിലേക്ക് പപ്രിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ മുളക് പൊടിയുടെ ഒരു കളറും ഉണ്ട്, പിന്നെ ആ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നമുക്കിത് ആദ്യത്തെ പ്രാവശ്യം ആ ഒരു ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം ഫ്രീസറിലെടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയം മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.